ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വിഷയം ആരോഗ്യ മേഖലയിലുള്ള സാമൂഹ്യ ശാസ്ത്ര ഗവേഷണങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കോസ്റ്റിംഗ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ കണക്കെടുപ്പാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആശുപത്രി ആയാലും അല്ലെങ്കിൽ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഒരു പ്രോഗ്രാം ആയാലും എന്തായാലും അതിനുവേണ്ടി എത്രത്തോളം വിഭവങ്ങൾ ചിലവാക്കുന്നുണ്ട്, അത് ഏതൊക്കെ തരത്തിലാണ് വിന്യസിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഗവേഷണ പ്രവർത്തനം കൂടിയാണ്. ഓരോ മേഖലയിൽ നടക്കുന്ന കോസ്റ്റ്, അഗ്രികൾച്ചറിൽ, കൃഷിയിലായാലും ഇൻഡസ്ട്രിയിലായാലും എല്ലാം കോസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടൻസ്, നമ്മുടെ ഒരു ഫാക്ടറിയിലുള്ള കോസ്റ്റ് എലിമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമർഥ്യമുള്ള ഒരു സ്കില്ലുള്ള ആളുകൾ തന്നെ അതിനുവേണ്ടി പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതേ രീതിയിൽ ഒരു ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളും നമുക്ക് കോസ്റ്റിംഗ് നടത്താൻ സാധിക്കും. അതിനാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വിഭവം എന്ന് പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കാര്യം ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായാലും, ഇപ്പോൾ ചിലപ്പോൾ ആളുകളുടെ സമയമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും, അതും അല്ലെങ്കിൽ പൈസയായിട്ടുള്ള ചിലവായിരിക്കും. ഇപ്പോൾ ഓരോരുത്തർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് നമുക്ക് പൈസ വേണം. അതെല്ലാം തന്നെ ഇപ്പോൾ മെറ്റീരിയൽ, പണി, ടൈം എല്ലാം തന്നെ വിഭവങ്ങളാണ്. അപ്പോൾ വിഭവങ്ങളുടെ കണക്കെടുപ്പാണ് കോസ്റ്റിങ്ങിലെ ആദ്യത്തെ പടി. ഇതിൽ ഈ 3 കാര്യങ്ങളും അല്ലെങ്കിൽ 4 കാര്യങ്ങളും കൃത്യമായി കണക്കെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു മാസം ഒരു 100 സർജറി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 100 സർജറിക്ക് എത്രത്തോളം വിഭവങ്ങൾ ചിലവാക്കപ്പെടുന്നുണ്ട് എന്നറിയാനായിട്ടുള്ള നടത്തുന്ന ഗവേഷണത്തിനെ നമുക്ക് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഈ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കണോമിക്സിൻ്റെ കാഴ്ചപ്പാടിൽ, ഇക്കോണമിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ സാധാരണ പറയുന്ന അർത്ഥമല്ല കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതിന് ചിലവാകുന്ന പണം എന്നത് മാത്രമല്ല, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മലയാളത്തിൽ വേണമെങ്കിൽ അവസര നഷ്ടം എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു വിഭവം ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 2 മണിക്കൂർ എടുക്കുന്ന ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ ആ സർജന് അത്രയും സമയം വേറെ എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ OPയിലിരുന്ന രോഗികളെ നോക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും, ഇപ്പം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള സമയവും തന്നെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ഇതെല്ലാം അവസര നഷ്ടം. അപ്പോൾ അതിനൊരു വില കൊടുക്കണം, ഒരു വാല്യൂ നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് കുറച്ചുകൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ ഐഡിയ വളരെ പ്രധാനമാണ്, അവസര നഷ്ടം. അപ്പോൾ ഓരോ കാര്യം ചെയ്യാനും ഉണ്ടാകുന്ന അവസര നഷ്ടങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ഒരു സമ്മേഷൻ, അതിൻ്റെ ആകത്തുകയാണ് നമ്മൾ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് കോസ്റ്റിങ്ങിന് പലതരത്തിലുള്ള എലിമെൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലവാകുന്ന കോസ്റ്റ്, ഭാവിയിലുണ്ടാകാവുന്ന കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ്, ക്യാപിറ്റൽ കോസ്റ്റ്, അങ്ങനെയൊക്കെ വളരെ പല വശങ്ങളുമുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഒരു PHCയോ ആശുപത്രിയോ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ സമൂഹത്തിന് ആ PHCയോ ആശുപത്രിയോ നടത്തുന്നതിന് പകരം വേണമെങ്കിൽ അവിടെ ഒരു സിനിമാ തിയേറ്റർ നടത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് വേണ്ടി ആ സ്ഥലം കൊടുക്കുകയോ അവിടെ അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന അവസര നഷ്ടമാണ് ഇതിലേറ്റവും പ്രധാനം. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി സമൂഹം എത്രത്തോളം വിഭവങ്ങൾ ചിലവാക്കുന്നുണ്ട്, എത്രത്തോളം മറ്റവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരോഗ്യ ഗവേഷണത്തിൽ നടത്തുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലവാക്കുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അവസര നഷ്ടം ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, അതിൻ്റെ ഒരു പ്രയോറിറ്റി, മുൻഗണനാക്രമം കൃത്യമാണോ എന്നറിയാൻ ഇത് നമ്മളെ സഹായിക്കും. ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് കോസ്റ്റിംഗ് നടത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പോകാൻ സാധിക്കും. നമസ്കാരം.